ഹലോ എവ്രി വൺ. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിൻ്റെ സൈക്കോളജി പാർട്ട് 2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സണാലിറ്റീനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചത്. പേഴ്സണാലിറ്റിയും പേഴ്സണാലിറ്റിയുടെ കോമ്പണൻസും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. അതായത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്താണ്, അതേപോലെ തന്നെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന് നമുക്ക് നോക്കാം. സോ ട്രെയ്റ്റിന്റെ ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ a trait is described as a tendency to behave in a consistent manner in variable situations. അതാണ് അതിന്റെ ഡെഫിനേഷൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പല സിറ്റുവേഷൻസിലും ഒരേപോലെ അല്ലെ ഒരേ മാനറിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ നമ്മളെ എന്താ പറയുക നമ്മളെ പുഷ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി, ആ ഒരു ത്വരയാണ് നമ്മൾ ട്രെയ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേഴ്സണാലിറ്റിയും പേഴ്സണാലിറ്റി ട്രെയ്റ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കേക്ക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് കേക്ക്. സോ ഈ കേക്കിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണമല്ലോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കേക്കാണ് പേഴ്സണാലിറ്റി ആൻഡ് ഈ ഇൻഗ്രീഡിയൻസ് ആണ് കേക്ക്. സോറി, ഈ ഇൻഗ്രീഡിയൻസ് ആണ് ട്രെയ്റ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുന്നു ആ കുട്ടി ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, ആ കുട്ടി ഭയങ്കര ഫ്രണ്ട്ലി, എല്ലാവരുടെ അടുത്തും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഒരു ഫ്രണ്ട്ലി പേഴ്സണാലിറ്റി ആണെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബിക്കോസ് ആ കുട്ടി എന്താ പറയാ ഇപ്പൊ ഭയങ്കര ടോക്കറ്റീവ് ആണ്, ആ കുട്ടി ഭയങ്കര കൈൻഡ് ആണ്, ആ കുട്ടി എന്താ പറയാ ഭയങ്കര പേഷ്യന്റ് ആയിരിക്കാം. ഈ ഒരു ട്രെയ്റ്റ് ഒക്കെ ആ കുട്ടി കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ കുട്ടീനെ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ആ കുട്ടി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ ട്രെയ്റ്റ് ഒക്കെ കൂടിയിട്ടാണ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്. അപ്പം അതാണ് എന്താണ് ട്രെയ്റ്റ് എന്നുള്ളതിന്റെ ഉത്തരം. ബേസിക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഒക്കെ ഒരു 6ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പൊ ആ ഒരു ഏജിലൊക്കെ ഉള്ള കുട്ടീനെ കൊണ്ടൊക്കെ ഇപ്പം അവരുടെ പേരൻസും ഒക്കെ പറയുന്നൊക്കെ, ഓ ഇവൻ ഭയങ്കര വാശിക്കാരനാ, അല്ലെങ്കിൽ ഇവൻ ഭയങ്കര ഷൈ ആണ്, അവൻ അങ്ങനെ ആരോടൊന്നും മിണ്ടൂല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എന്നൊക്കെ നമ്മൾ ആ കുട്ടീനെ കൊണ്ട് തന്നെ ആൾക്കാർ പറയുന്നേക്കാം. അപ്പൊ ആ ഒരു ഏജിൽ ഈ ഒരു ഇതിന്റെ ഒരു ഡെവലപ്മെന്റ്, അതായത് അപ്പോഴ് അതാണ് എന്നല്ല, പക്ഷെ ചെറുങ്ങനെ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങുന്നു. ഒരു ട്രെയ്റ്റ്, ആ ഒരു പേഴ്സണാലിറ്റീന്റെ ഒരു ഡെവലപ്മെന്റ് ആ ഒരു സമയത്തെ ഉണ്ടാകാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ച് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. എന്തൊക്കെയാ പറയാ, ചിയർഫുൾനെസ്, ഓണസ്റ്റി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണസ്റ്റി, സെൻസ് ഓഫ് ഹ്യൂമർ, വില്ലിങ്നെസ് ടു ഹെൽപ്പ് അതേഴ്സ്, പങ്ക്ച്വാലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ്. ഇപ്പം ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ട കുറച്ച് ട്രെയ്റ്റ് എന്തൊക്കെയാ, ഭയങ്കര കൈൻഡ് ആവുക, ഓണസ്റ്റ് ആവുക, പേഷ്യൻസ്, ടോളറൻസ്, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കേണ്ട കുറച്ച് ട്രെയ്റ്റ്. ഓക്കെ, അപ്പം ഈ ട്രെയ്റ്റ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സൈക്കോളജിയിൽ ഒരുപാട് തിയറീസ് അല്ലെങ്കിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പം അതായത് ഈ ട്രെയ്റ്റിനെ അതിനൊന്ന് ചുറ്റിപ്പറ്റിയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രെയ്റ്റ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി ആയിട്ട്, അതായത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് 5 ഫാക്ടർ മോഡൽ അല്ലെങ്കിൽ ഓഷ്യൻ മോഡൽ എന്ന് പറയുന്നത്. ഓഷ്യൻ മോഡൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ O ഒരു ട്രെയ്റ്റ് ആണ്, C ഒരു ട്രെയ്റ്റ് ആണ്, E ഒരു ട്രെയ്റ്റ് ആണ്, A ഒരു ട്രെയ്റ്റ് ആണ്, N ഒരു ട്രെയ്റ്റ് ആണ്. അപ്പം ഇതിന്റെയൊക്കെ ഒരു ആക്രണിമാണ് ഓഷ്യൻ മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതെന്താണെന്ന് നോക്കാം. അപ്പോൾ O പറയുന്നത് ഓപ്പൺനെസ് ആണ്. അപ്പോൾ ഓപ്പൺനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രണവ് മോഹൻലാലിനെ ആലോചിച്ചാൽ മതി. അത് പുതിയൊരു ലോകം എന്നുള്ള പാട്ടില്ലേ, മറ്റേ ഹൃദയത്തിലെ, അതിൽ ആലോചിച്ചാൽ മതി. അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ എന്താ ഭയങ്കര ഓപ്പൺ ആണ്, അതായത് ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ് അയാള് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ട്രൈ ഔട്ട് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു ഓപ്പൺനെസ് ട്രെയ്റ്റ് ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ അങ്ങനെയായിരിക്കും. എന്താ പറയാ, പുതിയ കാര്യങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും, എന്നാ നമുക്ക് അത് ട്രൈ ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും. അതേപോലെ ഇമാജിനേറ്റീവ് ആയിരിക്കും, ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും ആൾക്കാർ. പിന്നെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ അതായത് ബോഡി ഇങ്ങനെ ബെൻഡ് അങ്ങനത്തെ ഫ്ലെക്സിബിൾ അല്ല, അതായത് എന്ത് ചേഞ്ച് വന്നാലും അതുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയിട്ട് പോകും. അതൊന്നും ഒരു പ്രശ്നമില്ല. പെട്ടെന്നൊക്കെ അതിന്റെ ഇടയിലൊക്കെ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അയ്യോ ഇതിങ്ങനെ പെട്ടെന്ന് മാറിപ്പോയി, അപ്പം നമ്മുടെ ഫുൾ പ്ലാനും മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും വലിയ പ്രശ്നമില്ല. ഓക്കെ ഫൈൻ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അതൊക്കെ മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഓപ്പൺ ആയിരിക്കും. അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരല്ലായിരിക്കും ഈ ഓപ്പൺനെസ് ട്രെയ്റ്റ് ഉള്ളത്.
ഓക്കെ. പിന്നെ ഓഷ്യൻ്റെ സി ആണ് കൺസെൻഷ്യസ്നെസ്. അപ്പം ഈ കൺസെൻഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യ 2-ലെ അല്ലു അർജുനെ പോലെ മിസ്റ്റർ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് അവർ ഭയങ്കര കെയർഫുൾ ആയിരിക്കും, ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും അവരുടെ കാര്യങ്ങളിൽ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, അവരുടെ കാര്യങ്ങൾ മുന്നേ പ്ലാനൊക്കെ ചെയ്തിട്ട് നല്ല ഒരു ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അധ്വാനമൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നു. പിന്നെ ഭയങ്കര ഡിസിപ്ലിൻഡ് ഒക്കെ ആയിരിക്കും അങ്ങനത്തെ ആൾക്കാർ. അവർക്ക് ഈ കെയർലെസ് ആയിട്ട് ചെയ്യുന്നതിനൊന്നും ഇഷ്ടമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഫോളോ ചെയ്യുക. അപ്പം അങ്ങനത്തെ ആൾക്കാരെ കണ്ടാലേ നമുക്ക് പറയാം അവർക്ക് ഈ ഒരു ട്രേറ്റ് ആണ്, ഈ കൺസെൻഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രേറ്റ് ആണ് അവർക്ക് കൂടുതലുള്ളത്. ഓക്കെ. ഇനി അടുത്ത ട്രേറ്റ് പറയുന്നത് എക്സ്ട്രാവേർഷൻ. കഴിഞ്ഞ ക്ലാസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലായി എക്സ്ട്രോവേർട്ട് എന്നൊക്കെ കുറെ അതിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്നുവിനെ പോലെ ഇങ്ങനെ കള വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, സോഷ്യബിൾ ആയിരിക്കും, അങ്ങോട്ട് പോയിട്ട് വർത്താനം പറയുന്നത്, ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്, നാട് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കും, അവർക്ക് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഓക്കെ. അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കോൺവെർസേഷൻ ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരാണ് എക്സ്ട്രാവേർഷൻ ട്രേറ്റ് ഉള്ള ആൾക്കാർ. പിന്നെ വരുന്നതാണ് അഗ്രിയബിൾനെസ്. സോ അഗ്രിയബിൾനെസ് എന്ന് പറഞ്ഞാൽ ആ ആൾക്കാർ ഭയങ്കര കൈൻഡ് ആയിരിക്കും, ഭയങ്കര കെയറിങ് ആയിട്ടായ്മാരായിരിക്കും, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും മറ്റുള്ളവർക്കായിട്ട്, ഭയങ്കര ജെന്റിൽ, ഫ്രണ്ട്ലി, കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെന്ന് വെച്ചാൽ എന്താ പറയുക, മറ്റുള്ളവരുടെ ഫീലിങ്സിനായിരിക്കും അവർ മുൻഗണന കൊടുക്കുന്നത് അവരുടെക്കാളും. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഇതിൽ തന്നെ വേടു വന്നിട്ട് സണ്ണീനെ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നില്ലേ, അതുപോലെ അവൻ്റെ സ്വന്തം ജീവൻ വരെ കളഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ടിനെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയില്ലേ. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് അഗ്രിയബിൾനെസ് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ. അവർക്ക് ഈ അങ്ങനത്തെ കോമ്പറ്റീഷൻ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അവർ ഫുൾ വിട്ടു കൊടുക്കുന്ന ടൈപ്പ് ആൾക്കാരൊക്കെ ആയിരിക്കും, ആണ് അഗ്രിയബിൾനെസ്. പിന്നെ ന്യൂറോട്ടിസം അടുത്ത വരുന്നതാണ് ലാസ്റ്റ് ഓഷ്യൻ്റെ ആണ് ന്യൂറോട്ടിസം. ന്യൂറോട്ടിസത്തിന് പിക്ചർ ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം ന്യൂറോട്ടിസം എന്ന് പറയുമ്പം നമ്മൾ എത്രത്തോളം ഇമോഷണലി സ്റ്റേബിൾ അല്ല ഇമോഷണലി അൺസ്റ്റേബിൾ ആണ്. അതായത് അങ്ങനത്തെ ഇതുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവരെന്താ പറയുക, പെട്ടെന്ന് ദേഷ്യപ്പെടും, പിന്നെ ഭയങ്കര വറീഡ് ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ അപ്സെറ്റ് ആകുന്നു, കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസിന് തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും അവർ റിയാക്ട് ചെയ്യുക. ഇപ്പം എന്താ പറയുക, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ കാണും, എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ടാവും. ടെൻഷൻ അടിച്ച് അവസാനം പാനിക്കായി, പിന്നെ BP ഒക്കെ കുറഞ്ഞ് ഹോസ്പിറ്റലൊക്കെ ആവുന്ന കുറേ ടൈപ്പ് ആൾക്കാരുണ്ടാവില്ലേ. ചെറിയൊരു ടെസ്റ്റ് എങ്ങാനായിട്ടായിരിക്കും, പക്ഷെ അതിന് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്ത് പറയുമ്പോഴത്തേക്കും അപ്സെറ്റ് ആവുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരാണ് ഈ ന്യൂറോട്ടിസം ട്രേറ്റ് ഉള്ള ആൾക്കാർ. അപ്പൊ ഇതാണ് ഓഷ്യൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ O എന്ന് പറയുന്നത് ഓപ്പൺനെസ്, C എന്ന് പറയുന്നത് കൺസെൻഷ്യസ്നെസ്, E എന്ന് പറയുന്നത് എക്സ്ട്രാവേർഷൻ, ആൻഡ് A എന്ന് പറയുന്നത് അഗ്രിയബിൾനെസ്, ലാസ്റ്റ് N എന്ന് പറയുന്നത് ന്യൂറോട്ടിസം. ഓക്കെ. അതേപോലെ മറ്റൊരു മോഡലാണ് കാൾ യൂങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പേഴ്സണാലിറ്റീനെ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ചിന്നുവിനെ പോലെ ആയിരിക്കും. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഒന്നും മിണ്ടൂല, ഭയങ്കര ക്വയറ്റ് ആയിരിക്കും, അങ്ങനെ വലിയ സോഷ്യലൈസേഷൻ ഒന്നും വലിയ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പം എല്ലാവരും ഈ രണ്ട് കാറ്റഗറിയിൽ തന്നെ പെടണമെന്നില്ല, ഇതിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, നമ്മൾ ആംബിവേർട്ട് എന്നൊക്കെ പറയും. ഇപ്പൊ തൽക്കാലം ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതാണ് പേഴ്സണാലിറ്റി ട്രെയ്റ്റിനെ പറ്റിയിട്ടും അതിന്റെ രണ്ട് മോഡൽസും. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണാലിറ്റിക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല, അത് ഗ്രാജുവലി പതുക്കെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ പതുക്കെ പതുക്കെ മാറും. അവിടെ ഒരു ഡെവലപ്മെന്റ്, കുഞ്ഞു കുഞ്ഞു ചേഞ്ചസും, പിന്നെ ഒരു ഡെവലപ്മെന്റ്, ഒരു മെച്ചുറേഷൻ ആണ് അവിടെ പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവുന്നത് എന്ന്. അപ്പൊ അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഇത് കൊച്ചി രാജാവിലെ ദിലീപ്. അതായത് ഉണ്ണിയേട്ടനായിട്ട് നടന്ന ദിലീപ് പെട്ടെന്ന് സൂര്യനാരായണ വർമ്മയായിട്ട് മാറുകയാണ്. അപ്പം അതിന്റെ എങ്ങനെയാണ് മാറിയെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പം ലൈഫിൽ ഇങ്ങനെ എന്താ പറയാ, ഓരോ കാര്യങ്ങൾ കാരണം അയാളുടെ പേഴ്സണാലിറ്റി അവിടെ മാറുകയാണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ ഒരു ഫംഗ്ഷനോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, ഓ പണ്ട് എന്ത് വർത്താനം പറഞ്ഞ കുട്ടിയാണ്, ഇപ്പം നോക്ക് ഒന്നും മിണ്ടുന്നില്ല, എന്താ ഭയങ്കര ഭയങ്കര ക്വയറ്റ് ആയോ, അങ്ങനെ ഇങ്ങനെ. പണ്ട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കാണാൻ വർത്താനം പറഞ്ഞ ആൾക്കാരായിരിക്കും, പക്ഷെ ഇപ്പം നമ്മൾ കുറച്ചൊന്ന് ക്വയറ്റ് ആയി, അധികം മിതമായ സംസാരമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവിടെ നമ്മുടെ എന്താ സംഭവിച്ചത്, പേഴ്സണാലിറ്റിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായതാണ്.
കുഞ്ഞുനാളിൽ നിന്നും ഇപ്പൊ വലുതായപ്പോഴേക്കും നമ്മുടെ പേഴ്സണാലിറ്റി മാറി. അപ്പം അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഓരോ സ്റ്റേജിലും, നമ്മുടെ ഓരോ ലൈഫിലെ ഓരോ സ്റ്റേജിലും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അതിന്റെ ആദ്യത്തെ സ്റ്റേജാണ് ഇൻഫൻസി. അതായത് കുഞ്ഞു ഭാവിയായിരിക്കുന്ന സമയത്ത്. അതൊരു 1 വയസ്സ് 0 ടു 1 വയസ്സുള്ള ആ ഒരു ഏജാണ് ഇൻഫൻസി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ അവിടെ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗ്രോത്തും മെന്റൽ ഗ്രോത്തും ഒക്കെ പെട്ടെന്ന് ഭയങ്കര റാപ്പിഡ് ആയിരിക്കും. ഭയങ്കര വേഗത്തിലായിരിക്കും. കൈ വളരും, കാല് വളരും, തല വളരും, എല്ലാം ഇങ്ങനെ ഭയങ്കര വേഗം പെട്ടെന്നായിരിക്കും വളർച്ചയൊക്കെ ഉണ്ടാവുക. പിന്നെ അവരെന്ന് പറഞ്ഞാൽ അവരവരുടെ മദർ അല്ലെങ്കിൽ അവരുടെ കെയർ ഗിവർ ആരാണോ അവരുമായിട്ട് ടോട്ടലി ഡിപെൻഡന്റ് ആയിരിക്കും. അവരെന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും കുട്ടിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ ആ ഒരു കുട്ടി അവർക്ക് ഉണ്ടാവുന്ന എന്താ പറയാ അവര് പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. അവിടെ ട്രസ്റ്റ് ആണ് മെയിൻ ആയിട്ടും ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് അമ്മ ഇപ്പം ഞാൻ കരയുമ്പോൾ എനിക്ക് പാല് തരുന്നുണ്ട്, എന്നെ നോക്കാൻ ആൾക്കാരുണ്ട്, ചുറ്റും ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ കരഞ്ഞാലും എനിക്കൊരു ആളുണ്ട് എന്നെ ശ്രദ്ധിക്കാനും ഒക്കെ. അപ്പം അങ്ങനെ അത് മനസ്സിലാക്കി മനസ്സിലാക്കി കുട്ടിക്ക് ഉണ്ടാവുക, കുട്ടി ആദ്യം പഠിക്കുന്നത് ബേസിക് ട്രസ്റ്റ് ആണ് ഈ ഒരു ഏജിൽ. ഫുള്ളി ഡിപെൻഡന്റ് ആയിരിക്കും കെയർ ഗിവർ നേരത്തെ പറഞ്ഞു. ഓക്കെ. പിന്നെ 1 വയസ്സിന്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്ക് നിൽക്കുക, ഇരിക്കുക, എന്താ പറയാ കമഴുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിയിൽ ഫിസിക്കലി ആൾക്കാരിൽ റെസ്പോണ്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. ആണ് സ്റ്റേജ് 1. രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ സ്കൂൾ ചൈൽഡ്. അതായത് ഒരു 1 ടു 5 വയസ്സൊക്കെ നമ്മൾ ഈ അംഗനവാടിയിലും കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്ന ആ ഒരു ഏജ്. അപ്പൊ ആ ഒരു ഏജിൽ നമുക്ക് മനസ്സിലാവും ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ഒക്കെ അവിടെ ഉണ്ടാവുന്നു. പിന്നെ ലാംഗ്വേജ്, വർത്താനം പറയാനൊക്കെ പഠിക്കുന്നു. കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ സെന്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാനും ഫോം ചെയ്യാനും ഒക്കെ കുട്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ പഠിക്കുന്നു. സംസാരിക്കാൻ പഠിക്കുന്നു, കളിക്കാൻ പഠിക്കുന്നു. പിന്നെ ഇത് അമ്മയാണ്, ഇത് അച്ഛനാണ്, ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നു ആ ഒരു ഏജില്. പിന്നെ മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകാൻ തുടങ്ങുന്നു. ഇപ്പൊ അംഗനവാടിയിലൊക്കെ ചേർത്താൽ അവിടെ വേറെ പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങനെ മറ്റു കുട്ടികളുമായിട്ടൊക്കെ ഇടപഴകുന്നു. പിന്നെ അവര് ഓരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുകയാണല്ലോ, കളിക്കാൻ ഇങ്ങനെ തുടങ്ങുകയാണല്ലോ. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആ ഒരു ചെറിയ ചെറിയ ടാസ്കിലൂടെ കുട്ടികൾ ഓരോന്നിന്റെയൊക്കെ ബിഗിനിങ് ആണ്. അതായത് പല പല കാര്യങ്ങൾ ചെയ്യാനും ഇനിഷ്യേറ്റ് എടുത്ത് ചെയ്യാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുകയാണ്. അതിന്റെ ഒരു തുടക്കമായിരിക്കും ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുക. ഇനി അടുത്ത സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂൾ ഏജ് ആണ്. അതായത് സ്കൂളിലേക്ക് വിട്ടു. അവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ഏജിൽ മെയിനായിട്ടും ഭയങ്കര ആക്റ്റീവ് ആണ്, ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, എല്ലാത്തിനും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാം ഇനീഷ്യേറ്റ് എടുത്ത് ചെയ്യാം. പിന്നെ അവിടെ പോണം, ഇവിടെ പോണം, അത് തുറന്നു നോക്കുക, ഇത് തോണ്ടുക, മറ്റേത് തോണ്ടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ ഒരു ഏജിലേക്ക് അവർ തുടങ്ങുന്നു. പിന്നെ മെന്റൽ പവേഴ്സ് ഒക്കെ ഒരു 8 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മെന്റൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഒക്കെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ആവുന്നു. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നിങ്ങളൊക്കെ ഈ ഒരു ഏജിൽ ഫുൾ മെയിനായിട്ടും എന്താ പറയുക കളിക്കാൻ പോകാനൊക്കെ ആയിരിക്കും ഇഷ്ടം. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കളിക്കാൻ പോവുക. പിന്നെ സ്കൂളിലായിക്കോട്ടെ ഫുൾ എവിടെയെങ്കിലുമൊക്കെ വീണിട്ടൊക്കെ ആയിരിക്കും ഈ സമയത്ത് വരിക. പിന്നെ ഫാമിലിയുമായിട്ടുള്ള നമ്മുടെ ആ ഒരു അറ്റാച്ച്മെന്റ് പതുക്കെ പതുക്കെ കുറയും. അതായത് അറ്റാച്ച്മെന്റ് എന്നല്ല, ലൈക്ക് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇച്ചിരി ഇച്ചിരി കുറയും. മെയിനായിട്ടും നമ്മുടെ ഫോക്കസ് ഫ്രണ്ട്സിലായിരിക്കും. അതായത് ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകും. പിന്നെ ഓരോ സ്ഥലത്ത് പോവുക, നമ്മൾ ആക്റ്റീവ് ആയതുകൊണ്ട് എക്സ്പ്ലോറേഷൻ ആ ഒരു ഏജിൽ ഇങ്ങനെ തുടങ്ങും. അപ്പൊ ഈ ഫ്രണ്ട്സുമായിട്ട് തന്നെ കളിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടീം വർക്ക്, ഡിസിപ്ലിൻ, കോപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏജിൽ പിള്ളേർ ഇങ്ങനെ പഠിക്കാം. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പഠിക്കാൻ നോക്കുന്നു. പിന്നെ ഈ ഒരു ഏജിന്റെ അവസാനമൊക്കെ, ഈ ഒരു സ്റ്റേജിന്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ വളരുന്നു, മാനസികമായും ശാരീരികമായും നമ്മൾ വളരുന്നു. ഓക്കെ. അപ്പൊ പ്യൂബർട്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ 4ാമത്തെ സ്റ്റേജിൽ എത്തുന്നത്. അതായത് അഡോളസെൻസ് അല്ലെങ്കിൽ ടീനേജ് എന്നൊക്കെ നമ്മൾ പറയും. പൊതുവെ ആൾക്കാർ പറയുന്നേക്കാ ടീനേജ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫയർ ആയിരിക്കും പിള്ളേര്, ഒന്നും പറയാൻ പറ്റില്ല, അപ്പത്തേക്ക് ഇങ്ങനെ തുള്ളുന്നുണ്ടാവും എന്നൊക്കെ. അപ്പം ആക്ച്വലി ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഒരു സ്റ്റേജിൽ ഫുൾ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ആയിരിക്കും. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പീക്കിലായിരിക്കും അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഇതായിരിക്കും ഈ ഒരു ഏജിലത്തെ കുട്ടികൾക്ക് മെയിനായിട്ട് ഇമോഷൻസിൽ നോക്കുകയാണെങ്കിൽ. അവർ ഇതേപോലെ തന്നെ അഡ്വെഞ്ചർ, ഡ്രീംസ്, ഇൻഡിപെൻഡൻസ്, മെയിനായിട്ടും ഇൻഡിപെൻഡൻസ്, ഫ്രീഡത്തിനെ കൊണ്ടൊക്കെ അപ്പോഴായിരിക്കും അതിനെ പറ്റിയിട്ടൊക്കെ തുടങ്ങുക. അത് നമ്മൾ പേരൻസുമായിട്ട് എനിക്കെന്താ ഫ്രീഡം ഇല്ല, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണ്ടേ, അങ്ങനെ ആക്കണ്ട, എന്നെ അവിടെ വിട് ഇവിടെ വിട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ ഒരു ഏജിലായിരിക്കും. എപ്പോഴും പേരൻസ് ഒക്കെ ആയിട്ട് എന്താ പറയുക അടിയൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു സമയത്തായിരിക്കും.
പിന്നെ അതെ കുറെ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ തുടങ്ങും. അതെന്താ അത് ചെയ്താ? അതെന്താ ഇത് ചെയ്താൽ? അതെന്താ അങ്ങനെ ആക്കിയാൽ? അതെന്താ അവിടെ പോയാൽ ഇവിടെ പോയാൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അതെന്താ ക്വസ്റ്റ്യൻസ്, വൈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ ഒരു ഏജിലായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീഡത്തിനെ പറ്റിയിട്ടും അതിനെപ്പറ്റി എനിക്ക് അവിടെ ഇതാക്കണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ ഉള്ളൊരു പീരീഡാണ് അഡോളസെൻസ് അല്ലെങ്കിൽ ടീനേജ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഏജിലാണ് അവർ സെൽഫ് ഐഡന്റിറ്റി, അതായത് സെൽഫ് ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി ഒന്നും ഉണ്ടാവൂല. പക്ഷെ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അതിന്റെ ഒക്കെ എന്താ പറയാ ഒരു ഡെവലപ്മെന്റ്, ഒരു തുടക്കം ഈ ഒരു ഏജിൽ ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ അതിന്റെ ഈ ഒരു ഐഡന്റിറ്റി തേടിയിട്ടുള്ള എന്താ പറയാ ഒരു യാത്രയാണ് ആക്ച്വലി ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. ഞാൻ ആരാണ് എന്നുള്ളൊരു, ഞാൻ ഏതാണ്, ഞാൻ കുട്ടിയാണോ, ഞാൻ അല്ലെങ്കിൽ വലുതായോ എന്നൊക്കെയുള്ളൊരു എന്റെ നടുവിലുള്ളൊരു സ്റ്റേജിലെ ആ സ്റ്റേജിലാണ് അവരുണ്ടാവുക. അപ്പൊ അങ്ങനെ അതിന്റെ കുറേ തകൃതിമയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നു, അഡൾട്ട്ഹുഡ്. അതായത് ഒരു 20s, 30s, 40s ആ ഒരു ഏജ് ഒക്കെയാണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഈ ടീനേജിന്റെ പുലിവാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര മെച്യൂർഡ് ആകുന്നു. നമ്മൾ ബാലൻസ്ഡ് ആകുന്നു. അതായത് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി, ഞാൻ ആരാണ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടി. പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇങ്ങനെയാണ് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങും. ഇമോഷൻസ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്യും നമ്മള്. ആരോട് എങ്ങനെയൊക്കെ പെരുമാറണം, എന്തൊക്കെ രീതി, ഒരുപാട് നമ്മള് എന്താ പറയുക സൊസൈറ്റി, ഒരു സോഷ്യൽ അവയർനെസ് നമുക്ക് പതുക്കെ അങ്ങനെ ഈ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആകുന്നു. നമ്മുടെ കരിയർ ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഫാമിലി റിലേഷൻഷിപ്സ്, ഇപ്പൊ കല്യാണം കഴിക്കുന്നുണ്ടെ കല്യാണം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ ശ്രദ്ധ കൂടുതലുണ്ടാകും. ഈ ഒരു സമയത്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്കെന്താ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ മണി മേക്കിംഗ് മൈൻഡാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, എന്നിട്ടൊന്ന് സെറ്റിൽ ആവണം, പിന്നെ പേരൻസിനെ നോക്കണം, പിന്നെ വീട് വെക്കണം, കാറ് വാങ്ങണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ മാനേജ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ നോക്കും. പിന്നെ ഇമോഷൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ഏകദേശം എന്താ പറയാ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കുറച്ചൊന്ന് മെച്ചുവേർഡ് ആകും ആക്ച്വലി ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക്. അതായത് ടീനേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മെച്ചുവേർഡ് ആകും നമ്മൾ. ഓക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, കുട്ടികൾക്ക് കുട്ടികളായി, അങ്ങനെ നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മമാരും ആകുന്നു. ഇനി നമ്മൾ ഓൾഡ് ഏജിലേക്ക് എത്തുന്നു. ഓൾഡ് ഏജിൽ ഇപ്പൊ നമുക്ക് ചുറ്റും തന്നെ നോക്കിയാൽ, നമ്മുടെ വീട്ടിൽ തന്നെ പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം, അവർക്ക് ഫിസിക്കലി അവർ ഭയങ്കര വീക്ക് ആവാൻ തുടങ്ങുന്നു. കാല് വേദന, മുട്ടുവേദന, സന്ധിവേദന, അങ്ങനെ ഒരുപാട് വേദനകൾ അവർക്ക് ഉണ്ടാവാൻ തുടങ്ങുന്നു. പിന്നെ സെൻസസ്, അതായത് കാഴ്ച കുറയുക, കേൾവിശക്തി കുറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. പിന്നെ ചില ആൾക്കാർക്ക് മെമ്മറി ലോസസ്, ഓർമ്മശക്തി കുറയുന്നത് ഉണ്ടാകുന്നു. പൊതുവെ ഒക്കെ കൂടെ ഡിക്ലൈനിങ്, ഫിസിക്കലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ, ഒരു ഡിക്ലൈൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ചില ആൾക്കാരെ നമുക്ക് കാണാം, ചില അമ്മമ്മമാരൊക്കെ ഭയങ്കര, അമ്മമ്മയും അപ്പൂപ്പന്മാരും ആരായിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്താ പറയാ, അങ്ങനെ ചെയ്യല്ലെടി, ഇങ്ങനെ ചെയ്യല്ലെടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറയും. ഇങ്ങനെ നമ്മളിങ്ങനെ തോണ്ടാനൊക്കെ തുടങ്ങും. പിന്നെ വെറുതെ ഇങ്ങനെ ഒരു ചൊറിഞ്ഞ സ്വഭാവമൊക്കെ കാണിക്കാൻ തുടങ്ങും ചില ആൾക്കാര്. പിന്നെ ചില ആൾക്കാർ ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നതും കാണാം. അപ്പം അതൊക്കെ ഈ ഒരു ഏജിൽ പതിവാണ്. എല്ലാവർക്കും എന്നല്ല, ചില ആൾക്കാർക്ക്. അതല്ലാണ്ട് വേറെ വിഭാഗം ആൾക്കാരുണ്ട്. നല്ല സമാധാനത്തിൽ അവരുടെ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞാൽ അവരിപ്പോ ഭർത്താവുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പീസായിട്ട് നിൽക്കുന്നുണ്ടാകും. അവരവരുടെ കാര്യം നോക്കി എന്താ പറയാ ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാണ്ട് അവരവരുടെ കാര്യമായിട്ട് നോക്കുന്നുണ്ടാകും. അപ്പം ഈ ഒരു എല്ലാ സ്റ്റേജിലും എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എല്ലാ സ്റ്റേജത്തെയും കാര്യങ്ങൾ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇത് എല്ലാ സ്റ്റേജസിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ, ചില അമ്മമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഭയങ്കര ചൊറിഞ്ഞ സ്വഭാവമായിരിക്കും. അതല്ലാണ്ട് ചില ആൾക്കാർ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ ഈ അഡൾട്ട്ഹുഡിലായിക്കോട്ടെ എല്ലാവരും മെച്ചുവേർഡ് ആവണമെന്നൊന്നുമില്ല. ചില ആൾക്കാർ പിന്നെ ഭയങ്കര ഇതൊന്നും സ്റ്റേജ് ഒന്നും മീറ്റ് ചെയ്യാണ്ട് ഇപ്പൊ നമ്മൾ കാണും, കുറച്ച് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുടിയും വലിയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാകാം. ഇങ്ങനെ ഫാമിലി ഒന്നും ഇല്ലാണ്ട് ഇതൊന്നും നോക്കാത്ത ആൾക്കാരും ഉണ്ടാകാം. അതേപോലെ തന്നെ അഡോളസെൻസിൽ എന്താ പറയാ എല്ലാവർക്കും ആ ഒരു ഇമോഷൻസ് അവസാനം ആവുമ്പം മാനേജ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം എല്ലാ സ്റ്റേജിലും പോസിറ്റീവും നെഗറ്റീവ്സും സംഭവിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആകെ ഇന്നതൊക്കെയാണ് ഡെവലപ്മെന്റ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി. സോ അതാണ് ഡെവലപ്മെന്റിൽ വരുന്നത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെ നോക്കി? ഒന്ന്,
ട്രേറ്റ് എന്താണ് ട്രേറ്റ് നോക്കി, ഓഷ്യൻ മോഡൽ നോക്കി, O എന്താണ്, C എന്താണ്, E എന്താണ്, A എന്താണ്, N എന്താണെന്ന് നോക്കി. പിന്നെ പുള്ളിക്കാരൻ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. പിന്നീട് ഡെവലപ്മെന്റിലേക്ക് എത്തി. 5 സ്റ്റേജസിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.